ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വീട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരി വെക്കലാണ്. തുടക്കൽ ഡെയിലി തുടക്കത്തൊന്നുമില്ല, ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴേ തുടക്കുള്ളൂ. പിന്നെ കിച്ചൺ ഡെയിലി തുടച്ചിടും കേട്ടോ. രാത്രി ആയാലും ഉച്ചയ്ക്കായാലും കിച്ചൺ തുടച്ചിടും. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സ് മടക്കി വയ്ക്കണം, കുറേ ഡ്രസ്സുകളൊക്കെ മാറ്റി. അപ്പോൾ തറവാട്ട് വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ ഇവിടെ കൊണ്ടുവരിക, എടുക്കുക, അതേപോലെ തിരിച്ചു കൊണ്ടേക്കുക, അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ വെക്കുന്നതുകൊണ്ട് ആ ഡ്രസ്സുകളൊക്കെ പിന്നെ ഇപ്പോൾ സെയിം കമ്പൗണ്ടിലായതുകൊണ്ട് അതൊന്നും ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. ഇപ്പം ഇതാ നിസ്കാരത്തിൻ്റെ ടൈമായപ്പോൾ കുട്ടികൾ വരുന്നതിന് മുമ്പേ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു സമാധാനമാണ്. പിന്നെ അവർ വന്നാൽ എന്തായാലും അത് നടക്കില്ല, ലേറ്റാവും, പിന്നെ എല്ലാം കൂടി കള്ളായിട്ട് നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം വേഗം നിസ്കരിച്ചതിന് ശേഷം തന്നെ കിച്ചണിൽ കയറാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇപ്പം മോനും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് കഴുത്തിൻ്റെ ആ പ്രശ്നമുള്ള കാരണം എല്ലാം ഒന്ന് സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇപ്പം നല്ല ടൈമായിട്ടുണ്ട്, അവർ എത്താനുള്ള ടൈമായി. അപ്പം വേഗം കുറച്ച് നെയ്ച്ചോറ് വെക്കാമെന്ന് കരുതി. കാരണം തലേന്ന് രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു, അത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ചു. ഇപ്പോൾ ഇത് ലഞ്ചിനും അത് ഫിനിഷ് ആക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ കറി ഇപ്പം നമ്മൾ ഉമ്മയും 3 മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഒരുപാട് കറിൻ്റെ ആവശ്യമൊന്നും വരാറില്ല. പിന്നെ ഒരാളാണെങ്കിൽ അതിൻ്റെ പീസൊന്നും കഴിക്കില്ല, ചിക്കൻ്റെ പീസ് കഴിക്കില്ല, രണ്ടാമത്തെ ആൾ. മൂത്ത ആളും ചെറിയ ആളും മാത്രമാണ്. ചെറിയവനക്കാണ് ചിക്കൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരിത്. അപ്പോൾ നിങ്ങൾ ഈ കബോർഡിൻ്റെ താഴ്ഭാഗം കണ്ടോ, ഇതിപ്പോൾ ഈ വുഡൻ ചെയ്തുകൊണ്ടുള്ള പണിയാണ് ഈ കിട്ടിയിരിക്കുന്നത്. അന്നേരം ഉപ്പയ്ക്ക് അത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ മേലെ നേരെ ആ ഹോബായിരുന്നു വരേണ്ടിയുണ്ടായത്. അപ്പോൾ അതിൻ്റെ മേലെയും ആ കിച്ചണിൽ ആ സെയിം സംഭവം ചെയ്തതുകൊണ്ട്, വുഡൻ്റെ ഇത് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇത് വന്നത്. പക്ഷെ ഞാൻ നന്നായി തുടച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാനവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ അവിടെ. അങ്ങനെ ഇപ്പോൾ നെയ്ച്ചോറ് വളരെ സിമ്പിളായിട്ട് കുറച്ച് കറി ലീവ്സ്, കുറച്ച് കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകുണ്ടല്ലോ അത്, പിന്നെ ഉള്ളി, പിന്നെ വേറെയുള്ള ഒരു ഇതും ചേർത്തില്ല. കാരണം ആ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് മടിയായിട്ട് അപ്പുറത്ത് വീട്ടിൽ പോയി എടുക്കാനുള്ള മടി കാരണം വേറെ ഒന്നും ചേർത്തില്ല. കുറച്ച് 2-3 ഏലക്ക മാത്രമേ ചേർത്തുള്ളൂ, വേറെ ഒന്നും ചേർത്തില്ല. പിന്നെ ഇപ്പോൾ ഇതൊന്നും മക്കൾക്ക് വലിയ താല്പര്യമില്ല. ഇക്കൊക്കെയാണെങ്കിൽ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല കുട്ടികൾക്ക്. മാക്സിമം അവർക്കൊരു നെയ്ച്ചോറ് ആ ഒരു മണത്തിൽ കിട്ടിയാൽ മതി. അല്ലാണ്ട് ആ മണത്തിന് അവർക്ക് ആ ലീവ്സൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ അധികം കുട്ടികളും ഈ ഒരു രീതി തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇതൊന്നും താല്പര്യമില്ല അവർക്ക്. പിന്നെ ഇപ്പോൾ ഇതാ കുരുമുളക് ഇവിടെ തന്നെ നമ്മൾ നിലമ്പൂർ പോയ സമയത്താണ് നമുക്ക് ഈ കുരുമുളക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ നല്ല ഫ്രഷ് കുരുമുളക്, മാർക്കറ്റിലുള്ളതല്ല, അവർ വീട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണിത്. അപ്പോൾ അത് കാരണം നല്ലൊരു സ്മെല്ല് ഇപ്പോഴും, എത്ര മാസമായി എന്നറിയാം, കുറേ മാസമായി, പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആ സ്മെല്ല് അടിപൊളി തന്നെ കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഇപ്പം മോനൊക്കെ വന്നിട്ട് അവനിങ്ങനെ നിൽക്കുന്നുണ്ട്. അവനധികം ടി വി കണ്ടിരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഇപ്പം എനിക്ക് പേടിയാണ്. അവന് ഈ പല പ്രാവശ്യവും ഈ മേലെ കയറി പോയിട്ടുണ്ട്. പുറത്ത് ഒരു ഇതുണ്ട്, ഒരു സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി അവന് മേലേക്ക് കയറി പോകുന്നതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ വീട്ടിനുള്ളിൽ തന്നെ ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടന്മാർ വന്നതിനാലാണ് അവന് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഇതാ കുക്കിംഗ് ഒക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ കുറേ ദിവസമായി ഇപ്പം സ്വീറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊരു വിഷമം. പിന്നെ ഇക്ക പറയും അധികം സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കണ്ട, കാരണം മക്കളൊക്കെ അത്യാവശ്യം എന്നെ പോലെ തന്നെ നല്ല തടിയുള്ള കാരണം സ്വീറ്റ്സ് എപ്പോഴും ഉണ്ടാക്കരുത്, സ്വീറ്റ്സ് കുറക്കണം എന്നൊക്കെ പറയും. പക്ഷേ എന്നാലും എന്താ പറയുക, നമുക്കൊരു ഭക്ഷണം കഴിച്ചാൽ ഒരു മധുരം കഴിക്കാനുള്ള ഒരു പൂതി വരുമല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടോ? നമുക്കിവിടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് കാരണം എൻ്റെ ഉപ്പ തടിക്കില്ല, കാരണം ഉപ്പക്ക് ഷുഗറുള്ളതുകൊണ്ട്. പക്ഷെ നമ്മളൊക്കെ തടിക്കാനുള്ള മെയിൻ കാരണം ഈ മധുരം അടിച്ച് കയറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വേമസില്ലിൻ്റെ ഒരു ബോൾസ് ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് അത് ചെയ്തത്. അപ്പോൾ അത് തന്നെ ബോൾസ് അല്ലാണ്ട് കുറച്ച് എന്താ പറയുക, ഒരു ബോക്സിലാക്കിയിട്ട് അതിന് ലെയർ ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്ക്വയർ പീസസ് ആയിട്ട് കൊടുക്കാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ അതും കൂടി ഇന്ന് ഉണ്ടാക്കണം. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനില്ലല്ലോ. ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് അപ്പുറത്ത് വീട്ടിലേക്ക്. അപ്പം അവരെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വൈകുന്നേരം ആവും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് കൂടി ഉണ്ടാക്കണം. അപ്പം ഞാൻ അതിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ഒന്ന് തുടച്ചിടാണ്. അപ്പോൾ നമ്മൾ തുടച്ചിടുന്ന സമയത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്ലീനായിട്ട് തന്നെ കിട്ടും. പിന്നെ എനിക്ക് പിന്നെയും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് നല്ല മടിയാണ്. മറ്റേ സൈഡിൽ തന്നെ ഞാൻ ആ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പാനിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഗീലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്തിട്ട് ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സേമിയം കൊണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് പാർട്ടീസിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ബെസ്റ്റ് ഒരു ഐറ്റമാണ് കേട്ടോ ഈ വേർമിസെല്ലി ബോൾസ് എന്ന് പറഞ്ഞ സംഭവം.
പാർട്ടികളൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ ചില എന്താ പറയുക പരിപാടിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഇത് തീരുകയും ചെയ്യും. കാരണം നല്ല ടേസ്റ്റാണ്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഈ ഇതുണ്ടല്ലോ നമ്മളെ വേർമിസെല്ലി, തിന്നായിട്ടുള്ള നല്ല മെലിഞ്ഞ വേർമിസെല്ലി ഉണ്ടല്ലോ, അത് തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക ഗീയിൽ. എന്നിട്ട് പിന്നെ ബട്ടറിൽ ഗീയിലായാലും കുഴപ്പമില്ല. എന്നിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അത് വിട്ട് വരുന്ന സമയമാകുന്നവരെ അതിനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതിനിടയിൽ ഇതിപ്പോൾ ഞാൻ നെയ്ച്ചോറും കൂടി നോക്കുന്നുണ്ട്. നെയ്ച്ചോറ് അടിക്കൊന്നും പിടിക്കാണ്ട് ഞാനൊന്ന് ആദ്യം കുറച്ചൊന്ന് തിളക്കുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ അരിക്കും ഓരോ വേവാണല്ലോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അഷ്റഫ് എന്നുള്ളൊരു പേരുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ നമ്മൾ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ടിഫിൻ ബോക്സിൽ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് പപ്പടവും കൂടി ഒന്ന് കാച്ചി വെച്ചാൽ മതി. അപ്പോൾ ഇതാ നെയ്ച്ചോറ്, ചിക്കൻ കറി, കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്, പിന്നെ പപ്പടം. മക്കളൊക്കെ വിളിച്ചിവിടെ കഴിക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് അവർ സ്കൂളിലുള്ള ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ആൾക്ക് ഞാൻ എന്തായാലും കൊടുക്കും, അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് അർമാദിച്ച് ചോറൊക്കെ താഴെ ഇടും. പിന്നെ അവനോട് പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞാൻ വരാമെന്ന് പറഞ്ഞു. മക്കൾക്ക് ആദ്യം വിളമ്പി കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ ഇരുത്താണ്. അപ്പോൾ അവനിക്ക് അതിട്ടില്ല, ഇവർക്കത് ഇട്ട് കൊടുത്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജൂണിൽ അവൻ സ്കൂളിൽ പോകാനായിട്ടോ, അതുവരെ ഉള്ളൂ എൻ്റെ കൂടെ പിന്നെ മൊമെൻറ്റ്സ്. അപ്പോൾ ഞാൻ മാക്സിമം അവനെ ഇപ്പം എന്താ പറയുക, നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് നല്ലോണം കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവനിതാ അവരെ കൂടെ ഇരുന്നിട്ട് അവൻ പറയാൻ, ഞാൻ ഇച്ചുക്കാക്കാനും ഉണക്കാക്കാനും പോലെ എനിക്കൊന്നും കഴിക്കാൻ അറിയാം. ഞാൻ പറഞ്ഞാൽ ഓക്കെ ഓക്കെ മമ്മ ജസ്റ്റ് ബേബിൻ്റെ ഫുഡൊന്നും പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി തരാമെന്നെല്ലാം പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഇവർക്കിപ്പോൾ എക്സാം തുടങ്ങാനായി. അപ്പോൾ അത് കാരണം തന്നെ ഈ എന്താ പറയുക കറി വെക്കൽ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ച് ലോങ് ആയിട്ട് 2 നേരത്തേക്ക് ഒറ്റ കറിയായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടൈമിലൊന്നും ഞാൻ പഠിപ്പിക്കാറില്ല, അവരോട് തന്നെ പഠിക്കാൻ പറയാറുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പഴംപൊരിയും കൂടി പൊരിക്കുകയാണ്. വൈകുന്നേരമായി ഇപ്പോൾ. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞു, കിടക്കാനൊട്ടും സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പഴം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കത് കൊടുക്കണം. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് എള്ളും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ പഴംപൊരിയിൽ എള്ള് ചേർത്തിട്ടാണ് പൊരിച്ചത്. അപ്പോൾ അവർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കേക്കും ചായൻ്റെ ഒപ്പം കേക്കും പിന്നെ ഈ ബനാന ഫ്രൈയും കൂടിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാ ഒരു മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇവർ പഠിക്കാനിരിക്കാൻ, ഇവരൊപ്പം തന്നെ അവനും കൂടി ഇരിക്കുന്നുണ്ട്. അവനിക്കും പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പെൻസിലൊന്നും ശരിക്കും ഹോൾഡ് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. എന്നാൽ അവനെ കൊണ്ട് ഇഷ്ടമുള്ള ഞാൻ പിന്നെ ഫോഴ്സ് ചെയ്ത് ഹോൾഡ് ചെയ്യിപ്പിക്കാറുമില്ല. അത് അവൻ്റെ ടൈം ആകുമ്പോൾ അവൻ പിടിച്ചോളും എന്നുള്ളതിൽ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവർക്കൊരു ഫൈൻ ഗ്രിപ്പാണ് അവരെ കൈ പെൻസിൽ പിടിക്കുന്ന ആ ഒരു സ്ഥലത്ത്. അത് നമ്മൾ ഹാർഡായി പിടിച്ചെന്നാലും അത് നല്ല പെയിൻ വരും. അപ്പോൾ അത് കാരണം അവന് ഇഷ്ടമുള്ള പോലെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.